വാർത്തകൾ വായിക്കുന്നത് അൽമ. പ്രധാന വാർത്തകൾ. മാതാവിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇടവക സമൂഹം. ഇടവക ജനത്തിന്റെ ഐക്യത്തോടെ ദേവാലയ നിർമ്മാണം മുന്നോട്ട്. ദേവാലയ നിർമ്മാണ ഫണ്ട് ശേഖരണാർത്ഥം 2ാം ഘട്ട നെൽകൃഷിയുമായി ആളൂർ ഇടവക. പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ മരണത്തിരുന്നാൾ. മിഷൻ ഞായർ ആചരണവുമായി ആളൂർ ഇടവക. 100ന്റെ തികവിൽ ആളൂരിന്റെ സ്വന്തം തോമസ് ഏട്ടൻ. ഇടവകയുടെ വല്യച്ഛനെ 92ാം പിറന്നാൾ. ഫാദർ പീറ്റർ പാലയൂർ ഓർമ്മയായി 5 വർഷം. വാർത്തകൾ വിശദമായി. ഒക്ടോബർ മാസത്തിൽ 10 ദിവസം ആഘോഷമായ ജപമാലാചരണം നടത്തി യൂണിറ്റുകളും സംഘടനകളും. ഒക്ടോബർ മാസത്തിൽ ഇടവക സമൂഹത്തെ മാതാവിന്റെ സംരക്ഷണത്തിനായി ഏൽപ്പിച്ചുകൊണ്ട് വിവിധ യൂണിറ്റുകളുടെയും ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിൽ നടത്തിയ ജപമാല മാസാചരണം ഭക്തിസാന്ദ്രമായി. ഒക്ടോബർ 19 മുതൽ 30 വരെ വൈകിട്ട് 6 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്കും ആരാധനയോടുകൂടിയ ജപമാലയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 20 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആചരണം നടത്തിയത്. ജപമാലയ്ക്ക് യൂണിറ്റ് പ്രസിഡന്റുമാരും ഭക്തസംഘടനാ ഭാരവാഹികളും നേതൃത്വം നൽകി. കൂട്ടായ പരിശ്രമത്തിന്റെയും കഠിന പ്രയത്നത്തിന്റെയും ഫലമായി പുതിയ ദേവാലയത്തിന്റെ ആദ്യഘട്ട കോൺക്രീറ്റ് വർക്കുകൾ പൂർത്തിയായി. നവദേവാലയം എന്ന ലക്ഷ്യത്തിലേക്ക് പുതിയ ചുവടുവയ്പുമായി ആദ്യഘട്ട കോൺക്രീറ്റ് വർക്കുകൾ പൂർത്തിയായി. വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ പല ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമദാനത്തിലൂടെയാണ് നവദേവാലയ പ്രവർത്തനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ പ്രതിസന്ധിയിലും തളരാതെ ഇടവക ജനങ്ങൾ സജീവമായി തന്നെ നവദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട്. ദേവാലയ നിർമ്മാണത്തിന് പുതുവഴിയൊരുക്കുകയാണ് ആളൂർ ഇടവക സമൂഹം. വേറിട്ട വഴിയിലൂടെ ദേവാലയ നിർമ്മാണത്തിനായി ഫണ്ട് ശേഖരിക്കുകയാണ് ആളൂർ ഇടവക. നെൽകൃഷി എന്ന പുതു സംരംഭത്തിന് കൈത്താങ്ങുമായി നിരവധി സുമനസ്സുകളാണ് ഇന്ന് ആളൂരിൽ ഒത്തുകൂടിയിരിക്കുന്നത്. സ്വന്തം പാടശേഖരങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് അതിൽ കൃഷിയിറക്കിയാണ് ദേവാലയ നിർമ്മാണത്തിന് വേറിട്ട രീതിയിൽ ഈ ഇടവക അംഗങ്ങൾ ഫണ്ട് ശേഖരിക്കുന്നത്. കോവിഡ് കാലഘട്ടത്തിലും തളരാതെ മിഷൻ ഞായർ ആഘോഷിച്ച് ഇടവക ജനം. പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ വിവിധ ഘട്ടങ്ങളായി നടത്തിയ മിഷൻ ഞായർ ആചരണത്തിന് യൂണിറ്റ് പ്രസിഡന്റുമാർ നേതൃത്വം നൽകി. 3 ഘട്ടങ്ങളിലായി നടത്തിയ ലേലം, കവർപിരിവ്, പാഴ്വസ്തു ശേഖരണം, ഉൽപ്പന്ന ലേലം എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു. ഉൽപ്പന്ന ലേലത്തിൽ വിജയിക്കുന്ന യൂണിറ്റുകൾക്ക് വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ വിവിധ ട്രോഫികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആളൂരിന്റെ സ്വന്തം തോമസ് ഏട്ടനെ 100ാം പിറന്നാൾ ആശംസകൾ നൽകി വികാരിയച്ഛനും ഇടവക ജനങ്ങളും. ആളൂരിന്റെ സ്വന്തം തോമസ് ഏട്ടൻ 100ന്റെ നിറവിൽ. ഒപ്പം ആഘോഷങ്ങൾക്ക് വർണ്ണങ്ങൾ നൽകുകയാണ് ആളൂർ ഇടവക. ആയുസ്സിന്റെ പകുതിയും രാജ്യസേവനത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത തോമസ് ഏട്ടൻ ഇന്നും ജനമനസ്സുകളെ ആവേശം കൊള്ളിക്കുന്നു. ചിട്ടയായ ജീവിത രീതിയിലൂടെയും കൃഷിപ്പണിയിലൂടെയും നിരന്തരമായ കായിക അഭ്യാസങ്ങളും അദ്ദേഹത്തിന്റെ ദിനചര്യയാണ്. ഇടവക സമൂഹത്തിന്റെ സ്നേഹോപകാരം ഇടവക കൈക്കാരന്മാരായ റാഫി തട്ടിൽ, അജു കാക്കശ്ശേരി, സിജോ മാറോക്കി എന്നിവർ നൽകി. തന്റെ പിറന്നാൾ ആഘോഷങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ദേവാലയ നിർമ്മാണത്തിലേക്ക് 25,000 രൂപ സംഭാവന നൽകി. പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ മരണത്തിരുന്നാൾ. പൂർവിക സ്മരണകൾ ഉയർത്തി ഒരു ഓർമ്മ തിരുനാൾ കൂടി. നവംബർ 2 മരിച്ചവരുടെ ഓർമ്മ തിരുനാൾ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇടവക സമൂഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഇടവക സമൂഹത്തെ പ്രതിനിധീകരിച്ച് കൈക്കാരന്മാർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ സെമിത്തേരി വൃത്തിയാക്കി. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള സമയങ്ങളിൽ സെമിത്തേരിയിൽ വന്ന് പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടവക ജനത്തിന് അനുമതി നൽകി. ഇടവകയുടെ വല്യച്ഛനെ 92ാം പിറന്നാൾ ആശംസകൾ നേർന്ന് ഇടവക കുടുംബം. തൃശൂർ അതിരൂപതയിൽ തന്നെ പ്രായം ചെന്ന വൈദികരിൽ ഒരാളാണ് മോൺസിഞ്ഞൂർ ഫാദർ ജോസഫ് കാക്കശ്ശേരി. അരപ്പതിറ്റാണ്ടിലധികമായി ദൈവത്തിനു വേണ്ടി ശുശ്രൂഷയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വൈദികൻ ഇന്ന് 92ന്റെ നിറവിൽ നിൽക്കുകയാണ്. വാർദ്ധക്യത്തെ അവഗണിച്ചുകൊണ്ട് ഇന്നും ചുറുചുറുക്കോടെ യുവമനസ്സുകൾക്ക് ഉദാത്ത മാതൃക നൽകുകയാണ് ജോസഫ് അച്ഛൻ. വേർപാടിന്റെ 5 വർഷങ്ങൾ. ഇടവക ജനത്തിന്റെ ഹൃദയത്തിൽ മായാത്ത ഓർമ്മകളുമായി ഫാദർ പീറ്റർ പാലയൂർ. 4 പതിറ്റാണ്ടുകളോളം ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി സുത്യർഹ സേവനമനുഷ്ഠിച്ച ആളൂരിന്റെ പീറ്റർ അച്ഛൻ ഓർമ്മയായി 5 വർഷം. അതിരൂപതയിൽ തന്നെ മഹാപണ്ഡിതനായിരുന്ന പീറ്റർ അച്ഛൻ തന്റെ ലളിത ജീവിതവും ലാളിത്യവും കൊണ്ടാണ് മറ്റുള്ളവരെ ആകർഷിച്ചിരുന്നത്. അകാലത്തിൽ പൊലിഞ്ഞുപോയ പീറ്റർ അച്ഛന്റെ ഓർമ്മകൾ ഇന്നും ബാക്കി നിൽക്കുകയാണ്.
തിരുനാൾ ആഘോഷങ്ങൾ ഒഴിവാക്കി ദേവാലയ നിർമ്മാണത്തിന് ഫണ്ട് നൽകി യൂണിറ്റുകൾ. തിരുനാൾ ആഘോഷങ്ങൾ ഒഴിവാക്കി ദേവാലയ നിർമ്മാണത്തിന് ഫണ്ട് സംഭാവന ചെയ്ത് യൂണിറ്റുകൾ. ദേവാലയ നിർമ്മാണം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി സെന്റ് തോമസ്, സെന്റ് ജോസഫ് യൂണിറ്റ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ അവരുടെ യൂണിറ്റിലെ തിരുനാൾ ഫണ്ടായ 50,000 രൂപ വികാരി ഫാദർ ലിറിൽ അച്ഛനെ കൈമാറി. നവംബർ 22 ക്രിസ്തുരാജ്യത്വ തിരുനാൾ ആഘോഷിച്ച് വിശ്വാസ പരിശീലന യൂണിറ്റ്. രാജാതിരാജനായ ക്രിസ്തുരാജന്റെ രാജ്യത്തെ തിരുനാൾ ആഘോഷിച്ച് ആളൂർ കാറ്റീസം യൂണിറ്റ്. വിവിധ ക്ലാസുകളിലായി ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ നിരവധി കുട്ടികൾ പ്ലക്കാർഡുകൾ നിർമ്മിച്ചും വിശുദ്ധന്മാരുടെ വേഷങ്ങൾ അണിഞ്ഞും അവരുടെ ജീവിതചരിത്രം വിളിച്ചോതിക്കൊണ്ടും ക്രിസ്തുരാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു. മറ്റും ഫൊറോനത്തല KCYM കലോത്സവത്തിൽ കഥാരചനയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഡെൽമ ഡേവിസിന് അഭിനന്ദനങ്ങൾ. നവദമ്പതികൾ. ഈ ഇടവകാംഗം ചാലക്കൽ ജോൺസൺ, ആൻസി മകൾ ഡയാന. വെള്ളാറ്റഞ്ഞൂർ ഇടവക പുറത്തൂർ ജോസഫ്, കൊച്ചുത്രേസ്യ മകൻ ഷിജോ. ഈ ഇടവകാംഗം ചാലക്കൽ ഫ്രാൻസിസ്, ജോളി മകൾ ഫ്രാൻലി. ഇരിഞ്ഞാലക്കുട രൂപത വെള്ളാങ്കല്ലൂർ ഇടവക വാറോക്കി ജോസഫ്, ലില്ലി മകൻ ലിറ്റോ. ഈ ഇടവകാംഗം ചാലക്കൽ ഡേവിസ്, ഷേർലി മകൻ ഡിറ്റോ. കരുമത്ര ഇടവക ചീരൻ ഔസേബ്, ലിസി മകൾ ലാൻസി എന്നിവർ വിവാഹിതരായി. നവാഗതർക്ക് സ്വാഗതം. മുളയ്ക്കൽ സിജോ, മിന്നു മകൾ അനാമിയ സിജോ. ചാലക്കൽ ജോഷി, ഫീന മകൻ ഓസ്റ്റിൻ. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.